ജീന, നമ്മൾ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവിടെ കടന്നു പോകുന്നത്. ചെറിയതല്ല, വലിയ തരത്തിലുള്ള ഒരു മണ്ണിടിച്ചിൽ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പൂർണ്ണമായും ഒരു പ്രദേശം ഒറ്റപ്പെട്ട് കിടക്കുന്നു. മുണ്ടക്കൈയിലേക്ക് പോകാനുള്ള ഒരു ഭാഗത്തില്ല, പൂർണ്ണമായും പ്രധാന റോഡ് ഇടിച്ച് തകർത്ത് പാലം ഉൾപ്പെടെ തകർന്നു. അത് മാത്രമല്ല, ഇവിടെ ഭാഗത്തെ പല വീടുകളും പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഈ കള്ളാടി പാലത്തിന് തൊട്ട് താഴ്ഭാഗത്തുള്ള ഈ വീട് ഉൾപ്പെടെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇപ്പോൾ നാട്ടുകാരൊക്കെ തന്നെ ഇവിടെ കൂടിയിട്ടുണ്ട്. പല ആളുകളും ഉള്ളിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് നൽകിയിരിക്കുന്നത്. ഇപ്പൊ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയായ എന്താ സംഭവിച്ചത്? പെട്ടെന്നാണ് ഫോൺ വന്ന് ഞങ്ങൾ വന്ന് നോക്കുന്നത്. വന്ന സമയത്ത് തന്നെ ഇതേ അവസ്ഥയിലാണുള്ളത്. ഒരുപാട് ആളുകൾ ഇതിന്റെ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടെന്നാണ് സംശയിക്കുന്നത്. പണിക്കാരുണ്ട്, പിന്നെ വാഹനം കടന്നു പോകുന്ന റോഡാണ്. അപ്പോൾ ദുരന്തത്തിന്റെ ആഴം കുറയട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇതിന്റെ അവസ്ഥ കണ്ടാൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്കിപ്പോ ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. ആരെങ്കിലും പെട്ടതായിട്ട് എങ്ങനെ ഇല്ലല്ല, എത്ര ആളുണ്ട് എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല. ഒരുപാട് പണിക്കാരവിടെ ഉണ്ടായിരുന്നു. എത്ര 2-3 ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കണ്ട് ഞങ്ങള് 2-3 ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കണ്ട് മേപ്പാടി ടൗണിൽ അറിയില്ല വ്യക്തമായിട്ട് അറിയില്ല. ബസ് സ്റ്റോപ്പിൽ ആ ബസ്സിന്റെ അടുത്തൊക്കെ ബസ് സ്റ്റോപ്പിൽ ആ ഭാഗത്തൊക്കെ ആളുണ്ടായിരുന്നു. ഇവിടെ പീഡിയക്കാരൻ നിൽക്കുമ്പോൾ അവിടെ ആളുണ്ട്. തൊഴിലാളികൾ പറഞ്ഞ് 10-15 ആൾക്കാർ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നാ തൊഴിലാളികൾ പറയുന്നത്. ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ പറയുന്നത് 15 ആൾക്കാരോളം ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നാ പറയുന്നത്. ജിന, ഇവിടെ നമ്മൾ ഈ കാണുന്ന പാലത്തിനോട് തൊട്ടടുത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. മേപ്പാടിയിലേക്ക് പോകാനുള്ള ബസ് സ്റ്റോപ്പ് ആയിരുന്നു. അവിടെ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ള സൂചനയാണ് പറയുന്നത്. അത് മാത്രമല്ല, ഏകദേശം 15ഓളം തൊഴിലാളികൾ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സംശയം കൂടെയുള്ള തൊഴിലാളികളൊക്കെ തന്നെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനമായി വീടുകൾക്കുൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പൂർണ്ണമായും വീടുകൾ തകർന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഈ പാലത്തിനോട് തൊട്ട് ചേർന്നുള്ള ഒരു വീടാണ്, ആൾ താമസം ഉണ്ടായിരുന്ന ഒരു വീട് തന്നെയാണ്. ആ വീട് പൂർണ്ണമായും തകർന്ന ദൃശ്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി കാണാം. ഇനി ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി നമുക്ക് വ്യക്തമാവേണ്ട. അത്തരത്തിലൊരു വ്യക്തതയൊന്നും ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു.